ചെല്ലമ്മയുടെ മുറുക്കാൻ കണ്ടില്ലേ? എടാ ചെല്ലമ്മയുടെ മുറുക്കാൻ കണ്ടില്ലത്. എന്റെ ദൈവമേ, എടാ മക്കളെ ചെല്ലമ്മയുടെ മുറുക്കാൻ കണ്ടില്ലടാ. അല്ല ചോദിക്കട്ടെ, ഈ മുറുക്കാനെന്ന് പറയുമ്പോ അതായത് ഓ ലാഗ് ദൈവമേ ലാഗ്. ആകെ 6 മിനിറ്റേ ഉള്ളു. നീ തൊലയ്ക്കാൻ വന്നേതാടാ തങ്കച്ച. കുഞ്ഞുമോനെ നശിപ്പിക്കല്ലേടാ. മക്കളെ അഖിലേ, ചെല്ലമ്മയുടെ മുറുക്കാൻ കണ്ടില്ല മക്കളെ. അല്ല ഈ ചെല്ലമ്മയുടെ മുറുക്കാനെന്ന് പറയുമ്പോ ആണ്ടടാ സൂപ്പർ ഫാസ്റ്റ് പോലെ അത് പോന്ന് കേട്ടോ. ഒരുത്തനാന്നേ ലാഗ്, ഒരുത്തനാന്നേ സ്പീഡ്. മോനെ നീ അഖിലല്ല, കിടുകിടുകിടുകിടു തകില്. മോളെ എലീനെ ചെല്ലമ്മയുടെ മുറുക്കാൻ കണ്ടില്ല. അയ്യോ അത് അമ്മ ചെല്ലമ്മയുടെ ചോദിച്ചു നോക്ക്. അമ്മച്ചി എന്നാ നീ കരയുന്നേ? അങ്ങനെയൊക്കെ ഞാൻ എനിക്കെന്ത് ഭ്രാന്ത്. ആ ചെല്ലമ്മയുടെ ചോദിച്ചാ മതി. ചെല്ലമ്മയുടെ മുറുക്കാനല്ല, പിന്നെ മുറുക്കാനിടുന്ന ചെല്ലം കണ്ടില്ലെന്ന്. ഞാനിപ്പോ ആണ്ടിരിക്കുന്നു. മുത്തിയമ്മയ്ക്ക് പഴയതുപോലെ ഓർമ്മയൊന്നും അതുകൊണ്ടാ. ഒന്നൊക്കുമ്പോ ഒന്നൊക്കത്തില്ല. ഈ തുപ്പക്കോളാമ്പി ഇവിടെ പോയിടാ. എടാ എടാ കുർത്തക്കെട്ടോനെ എടാ. ഓ എടാ കോളാമ്പി എവറാ? അതല്ലേ തെങ്ങി വെച്ച് കെട്ടി പാട്ട് കേൾക്കുന്നേ. അപ്പൊ ഞാൻ ഈ മുറുക്കിട്ട് തുപ്പണമെങ്കിൽ കൊന്നത്തെങ്ങ വലഞ്ഞ് കയറി അവിടെ തുപ്പിട്ട് നെഞ്ചറിഞ്ഞ് താഴെ ഇറങ്ങണം. എടാ കുരുത്തം കെട്ടവനെ, നീ വന്നിടം മുതൽ എനിക്ക് ശനി ദശയാ കേട്ടോ. എന്റെ ചെറുമോനാ, 35 വയസ്സുണ്ട്. ഇങ്ങനെ ഒരു തീറ്റിപ്രാന്തനുണ്ടോ? എന്റെ പൊന്നുമക്കൾ, അവന്റെ വയറ്റിൽ പന്നി ഫാം ഉണ്ടെന്നാ തോന്നുന്നു. ഒടുക്കത്തെ തീറ്റിയാ. ഒടുക്കത്തെ പ്രാന്തെന്ന് വെച്ചാ ഒടുക്കത്തെ തീറ്റിപ്രാന്ത്. എനിക്ക് വിശക്കുന്നേ. ആണ്ടടാ ഇപ്പൊ ഇത് മൊത്തത്തിൽ എടുത്ത് കേട്ടു. മുത്തിയമ്മ കേടന്നല്ലേ പറ്റത്, എന്റെ മുത്തിയമ്മ കേടന്നല്ലേ പറ്റത്, മുത്തിയമ്മ കേടന്നല്ലേ പറ്റത്, എന്റെ മുത്തിയമ്മ കേടന്നല്ലേ പറ്റത്. മുത്തിയമ്മ നിരങ്ങിയാടാ പറ്റത്. നിരങ്ങിയാ പറ്റത്. ആഹാ ഇനി വന്നേടാ. എന്താടാ മൂക്കിന് താഴെ ഓല വെട്ടി ചാരി വെച്ചിട്ടുണ്ട്. ആടെ എന്റെ മീശയെ പറ്റി പറയരുത്, എന്നെ വേണം എന്തെങ്കിലും പറഞ്ഞു കേട്ടോ. എന്റെ നേരെ വില ചൂണ്ടരുത്. എടാ നിന്റെ മുത്തച്ഛൻ പോലെ എന്നെ ഇച്ചിപ്പാന്ന് പറഞ്ഞിട്ടില്ല, അറിയാമോ? തെറ്റിപ്പോവോ? ഇച്ചിപ്പൂ പോടാ ഇവിടുന്ന് കേട്ടവനെ കേട്ടോ. തെറ്റിച്ചാനൊക്കെ അടി. എന്ത് വേടാ വയറ്റിനകത്ത് വാരി ഇട്ടോണ്ട് വന്നേക്കുന്നത്? ഇതെന്തോന്ന് വയറ്റിനകത്ത്? ഇന്ന് മുത്തിയമ്മ കടലപ്പായസം വെച്ചല്ലേ എനിക്ക് തരാതിരിക്കാൻ വേണ്ടി അടുക്കളയുടെ സ്ലാവിന്റെ അകത്ത് വെച്ചു. നാണ്ട് ഇത്തിരി കൂടെ കടല വന്നിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു. എന്റെ പോത്തിന് എടുക്കാനായിട്ട് പുളുങ്കുരു കാച്ചി മുറുക്കി വെച്ചാൽ നീ പട്ടി എടുത്ത് കഴിച്ചേ. എന്റെ പോത്തിന് ഞാൻ എന്തോ എടുത്ത് കൊടുക്കുവടാ. പുളിങ്കുരു ആയിരുന്ന ആണ്ടടാ ഒരു പുളുങ്കുളു തെള്ളി പുറത്തോട്ട് നിൽക്കുന്നടാ. അതെന്റെ പൊക്കളാന്ന്. പൊക്കിളാന്നോ? ഞാൻ വിചാരിച്ച് ചേനയ്ക്ക് തടവെടുത്ത് വെച്ചേക്കായിരിക്കും. എന്റെ പൊന്നു മക്കളെ, എനിക്ക് വിശക്കുന്നു. ദൈവമേടാ കുറച്ചുകൂടെ കഴിയട്ടെ അമ്മച്ചി എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കി തരാം കേട്ടോ. അൽബൂരിത്താ അൽബൂരിത്താ. ഇനി വന്നേ. ആകെ കൂടി ഇവിടെ ഈ വീട്ടിൽ ഒരു ബൾബേ ഉള്ളു. അത് എനിക്ക് ഊരി തന്നു കഴിഞ്ഞാൽ അമ്മച്ചി ഇരുട്ടത്ത് എവിടെ തപ്പി തറഞ്ഞ് വീഴും. അകത്ത് പീസായ ഒരു ട്യൂബ് ഇരിപ്പുണ്ട്. മോൻ അതെടുത്ത് തിന്നിട്ട് കുറച്ച് വെള്ളം കുടിച്ചല്ലേ. അൽബൂരി തരാനല്ല, പിന്നെ അൽബൂരി തരാ. അൽബൂരി. അയ്യോ അൽബൂരി ഇതിന്റെ പലഹാരമാ ചോദിച്ചത് കേട്ടോ. നിന്റെ അൽബൂരിയും ജഡുവും ജിലേബിയും ഒക്കെ അതുകൊണ്ടാ നിന്റെ പാപ്പ പെട്ടിക്കകത്ത് അമ്മച്ചി ഇട്ട് വെച്ചേപ്പോണ്ട്. ചേർന്നല്ല നിറങ്ങി കേട്ടോ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പാപ്പ എടുക്കാൻ പോകുമ്പോ പുറകെ വിളിക്കരുത്. 35 വയസ്സുണ്ട്, മുതുക്കൻ, കപ്പട മീശം വെച്ചോണ്ട് പറയുന്നത് പാത്ത കേട്ടോ. എടാ പോയി എടുത്ത് നിന്നാ ഇവിടുന്ന്. ഞാൻ പറഞ്ഞ് വിളിക്കരുത്. ഞാൻ പറക്ക വിളിച്ചതല്ലെന്ന്. നീ ഞങ്ങൾ ചൂശൊന്ന് വിളിച്ചത്. എന്റെ പൊന്നുമക്കളെ മാറാ. ഇപ്പഴല്ലേ മുത്തച്ഛി ഓർക്കുന്നത്. എടാ അമ്മച്ചി നേരം എടുത്ത് തൂത്തപ്പോ ഒരു ചേരയെ പാമ്പോ കാണ്ട് നിന്റെ പാപ്പപ്പറ്റി എടുത്തോണ്ട് ഇറങ്ങി പോന്നുണ്ട്. അതിനകത്ത് അങ്ങനെ ഉണ്ടോന്ന് എനിക്കൊരു ഡൗട്ട്. അയ്യോ പാപ്പത്തി പാമ്പ്. പാപ്പത്തി പാമ്പോ? കാക്കോത്തി കാവിന്ന് പാപ്പത്തി പാമ്പ് എപ്പോ എത്തിയടാ ഇവിടെ? അയ്യോ തങ്കച്ച പാമ്പ്. പാമ്പ് തങ്കച്ച. പാമ്പ് തങ്കച്ച. പാമ്പ് തങ്കച്ച. പാമ്പ് തങ്കച്ച. തങ്കച്ച പാമ്പ്. തങ്കച്ച പാമ്പ്. നാട്യക്കാരാ ഉണ്ണി തങ്കച്ചൻ അല്ലെങ്കിൽ പാമ്പ് രണ്ടും സെയിമാ. മനസ്സിലായോ? എടാ തങ്കച്ചൻ മണ്ട് 2 അടിച്ചോണ്ട് വിതര കാട് വഴി ഇടഞ്ഞു പോയിട്ടുണ്ടാവും കേട്ടോ. പക്ഷെ ഇപ്പൊ ഇല്ല, കുഞ്ഞ് നന്നായിട്ട് വലിയ സ്റ്റാർ ആയിട്ടിരിക്കും. അവനെ നാട്ടിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ വന്നത് കേട്ടോ. മേലെ ഇവിടെ ഞാൻ വരൂല. ഞാൻ വരൂല. എന്താടാ വരാത്തത്? അതിനകത്തിരിക്കുന്ന പാമ്പാണെങ്കിൽ ചീത്തത്തേ ഉള്ളൂ. മുത്തിയമ്മ ചീത്ത വിളിക്കും. പന്നിയുടെ വയറും കൊണ്ട് കിടക്കുന്നവനെ. എടാ എന്റെ കാരണം എന്റെ ഭർത്താവ് ഇവിടെ ഉണ്ടായിരുന്നുണ്ടല്ലോ, ഈ പാമ്പിനൊരു തോള ഇട്ടേന്നിരുന്നു. അപ്പൊ പാമ്പിനെ പിടിക്കുമായിരുന്നാ? എന്റെ ഇടയ്ക്ക് വാ. എടാ നിന്റെ അപ്പൂപ്പനുണ്ടല്ലോ, രമണയുടെ വീട്ടിൽ പണ്ട് ഉത്തരത്തെ ഒരു പാമ്പ് കയറി. എന്നിട്ട് എന്തോന്ന് എന്റെ അധികം ചെന്നിട്ട് കൂലിക്ക് ഉത്തരവും ഷെഡും എല്ലാം കൊടുത്ത് താഴെ ഇട്ട്. അപ്പൊ പാമ്പാ
ഈ പാമ്പ് ഇടഞ്ഞ് നേരെ ഭിത്തി കയറി. എന്നിട്ട് നിന്റെ അപ്പൂപ്പൻ ഭിത്തി എല്ലാം ഇടിച്ചു കൊടുത്തെങ്കിൽ താഴെ ഇട്ട്. അപ്പൊ പാമ്പാ? പേടിപ്പിക്കാനായിട്ട് നാക്ക് നീട്ടിക്കൊണ്ട് വരുന്നോടാ വൃത്തികെട്ടവനെ. പാമ്പാ? പാമ്പാ എടാ. പിന്നെ ആ പാമ്പ് ഇടഞ്ഞ് നേരെ ജമനിയുടെ ഫൗണ്ടേഷൻ അടിക്കോട്ടം കയറിപ്പോയി. എന്നിട്ട് അതെല്ലാം കൂടെ വാന്തി പറിച്ച് പുറത്തിട്ടടാ എല്ലാം കൂടെ. അപ്പൊ പാമ്പിനെ കിട്ടിയാ? പാമ്പിനെ കിട്ടിയല്ലെന്ന് എനിക്കറിയില്ല. രമണി ഇപ്പോഴും പഞ്ചായത്ത് വീടിന് അപേക്ഷ കൊണ്ട് നടക്കും. അപ്പൊ അപ്പൂപ്പ ഈ പഞ്ചായത്തിൽ ഒരുപാട് വീട്ടുകാർ പാമ്പിനെ പിടിച്ചിട്ടുണ്ടല്ലേ? എന്താടാ? 10-200 പെണ്ണുങ്ങൾ വീടിന് അപേക്ഷയായിട്ട് പഞ്ചായത്തിൽ ഇപ്പൊ ഉണ്ട്. എന്റെ ഭർത്താവിനെ കളിയാക്കരുത് കേട്ടോ. എന്റെ ഭർത്താവില്ലാത്തത് ഭാഗ്യം. അയ്യോ, ഭർത്താവില്ലായ്മ ഒരു ഭാഗ്യമായിട്ട് നടക്കുന്ന പെണ്ണുമ്പിളെ ഞാൻ ആദ്യമായിട്ടാണേ കാണുന്നത്. അതല്ലെന്ന് 10-15 വർഷത്തിന് മുമ്പ് അങ്ങാര് ദിവംഗതനായി മോനെ. എങ്ങനായി? ഇകലോകവാസം വെടിഞ്ഞടാ. എനിക്ക് മനസ്സിലാവുന്നില്ല. ചത്ത് വാവളം തന്നെ മനസ്സിലായോ? പക്ഷെ ചത്ത് എന്ത് മക്കളെ, അന്ന് പോലെ ഇന്ന് വരെ എനിക്ക് ആഹാരത്തിനോ മുറുക്കാനോ ഒരു മുട്ടും വന്നിട്ടില്ല. നാളത്തെ കാര്യം എങ്ങനെയാ നിന്റെ അമ്മച്ചിക്കാൻ? മുത്തിയമ്മ, വാഗീറി ദൈവം ആ കൂടെ വലിക്കാൻ കീറി തരും കേട്ടോ. മുത്തിയമ്മ, എന്റെ മുത്തിയമ്മ, 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 മുത്തിയമ്മ. എടാ, നീ ആണാടിന്റെ ശബ്ദത്തിൽ കഴിഞ്ഞപ്പോ ഞാൻ പെണ്ണാടിന്റെ ശബ്ദത്തിൽ കരയണ്ടായോ? അല്ല, കരയണ്ടായോ? എനിക്ക് വെച്ചക്കല്ലേ. ദൈവമേ, ഒരു കാര്യം ഞാൻ പറയാം. നിറയാത്ത പത്തായവും വയറും വെച്ചോണ്ടിരിക്കരുത്. ഇനി വന്നേടാ, ഇനി വന്നേ. നിനക്ക് വിശക്കുന്നില്ലയോ? ദോണ്ട പാമ്പ് കടിച്ചാലും വേണ്ടിയില്ല. പോയി പാരി കേറ്റ്, പോയി കേറ്റ്. ഒത്തി തീരട്ടെ. നീരൊന്നും വെച്ചോണ്ടിരിക്കരുത്. പാമ്പിനെ പിടിച്ചേ, പാമ്പിനെ പിടിച്ചേ, ഞാൻ പാമ്പിനെ പിടിച്ചേ. മുത്തച്ഛന്റെ പാരമ്പര്യം കാത്തേ ഞാൻ പാമ്പിനെ പിടിച്ചേ. ആണ്ടടാ, മെനഞ്ഞാന്ത് കൊണ്ടുവച്ച പൊയിലെടുത്തിട്ടേ പാമ്പ്. അപ്പൊ നിങ്ങൾ എന്നെ പറ്റിക്കുമായിരുന്നോ? എന്തോ തന്നെടാ. അപ്പൊ ഞാൻ പാപ്പ എടുക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പൊയില വെച്ച് പറ്റിക്കായിരുന്നില്ലേ? എന്നെ പറ്റിച്ച മുത്തിയമ്മ ഇനി മുറുക്കാൻ്റെ കൂടെ പൊയില ചവയ്ക്കണ്ട. എടാ വൃത്തികെട്ടവനെ, 10 പവന്റെ മാല എടുത്തെറിഞ്ഞാൽ ഞാൻ സഹിക്കും. പക്ഷെ പുകയിലെടുത്തെറിഞ്ഞാൽ ഞാൻ സഹിക്കത്തില്ല. നിന്റെ പുക കണ്ടേ ഞാൻ അടങ്ങൂ. പോയി കൊത്തടാ പാമ്പേ. അല്ല വിടുന്നു. ആഹാ, ഒത്തു തീരട്ടിവൻ. എനിക്ക് നിനക്ക് വിശപ്പിന്നെങ്കിലേ അല്ല പിന്നെ ബ്രെഡ് മഴ. ഏത് മൂട്? ഏത് മൂട്? അമ്പാരി മൂട്. മുത്തിയമ്മ മൂട്. അതെ, മുത്തിയമ്മ മൂട്. ഇടിലായിരുന്നു. മുത്തിയമ്മ എന്നല്ല, ഞങ്ങള് മൊത്തം ഈ കുഞ്ഞാടിന്റെ ഫാൻസായി. വിശക്കുന്ന ആ വയറ് ഉറപ്പായിട്ടും കേട്ടോ. വിശക്കുന്ന ആ വയറിനെ നമ്മൾ കാണാതെ പോകരുത്. എന്നത് ഇഷ്ടം അമ്മയാന്നൊക്കെ. അപ്പൊ ഭയങ്കരമായിട്ട് നമ്മൾ അതിൽ ജീവിച്ചു പോയി അല്ലേ? എന്താ പറയുന്നത്? എനിക്കതല്ല, ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചൊരു സാധനം ആ മീശ ഓല ചാരി ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളായിരുന്നു. അത് മാത്രല്ല, ഇവിടുന്ന് ഈ തങ്കച്ചൻ എന്ത് പിഴച്ചിട്ടാണോ ആ പാവത്തിട്ട് എന്തെല്ലാം സംഭവങ്ങളാണ് വരുന്നത്. അല്ല, സ്കിറ്റ് വരുമ്പോ അറിയാം. അടുത്ത് അഖിലിരിക്കുന്നു എന്നുള്ളതൊരു വലിയ കുഴപ്പമാണ്. അതിന്റെ കൂടെ തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്നത്. സജീവ്, നിങ്ങൾ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സ് ആണോ? വർഷങ്ങളായിട്ടുള്ള പരിചയം ഉണ്ടാവില്ല. ഇതുപോലെ തന്നെയാണോ തങ്കച്ചൻ? അയ്യോ ഞങ്ങള് അല്ലല്ലോ, ഒരിക്കലും ഇല്ല. നിങ്ങൾ ഭയങ്കര കമ്പനിയല്ലേ, ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകളും അല്ലേ? എന്തായാലും ഒരു കാര്യമുണ്ട്, നല്ല രസം ഉണ്ടായിരുന്നു. വളരെ നല്ല അടുക്കും ചിട്ടയും പവർ പാക്ഡ് കളി എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു. പിന്നെ നിങ്ങളെ പെർഫോമൻസ് എവിടെ, ഈ ബാറ്ററി ചാർജ് ചെയ്ത് എങ്ങനെ കയറി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റവും അവസാനം അറിയാൻ പറ്റുള്ളൂ. കമന്റിൽ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാമെന്നുള്ളതേ ഉള്ളൂ. എന്നാൽ പോലും വളരെ തൃപ്തിയുള്ള മനോഹരമായ ഒരു സ്കിറ്റ് നമ്മൾ കണ്ടു. അവര് സ്കിറ്റിൽ വരുന്ന സമയത്ത് അറിയാലോ എന്തെങ്കിലുമൊക്കെ ഒരു ഈ പ്രത്യേകിച്ച് നമുക്ക് നമ്മളടുത്ത് ഒരു ഇഷ്ടമുള്ളത് കൊണ്ട് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടൊക്കെ സംഭവങ്ങൾ പറയുമല്ലേ. പിന്നെ അവരെ കുറിച്ച് ഒന്നും പറയാനില്ല. ഞങ്ങള് വർഷങ്ങളായിട്ട് അറിയുന്ന സുഹൃത്തുക്കളാ. മനസ്സിലായില്ലേ? ഒന്നും പറയാനില്ല. പവർഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർഫുള്ളാ, വേറെ ഒന്നും പറയാനില്ല. തുടക്കം പോലെ അവസാനം വരെ ഞാൻ നന്നായിട്ട് ചിരിച്ച്. ഫസ്റ്റ് തങ്കച്ചണ്ണെ കളിയാക്കുന്നോട്ട് ലാസ്റ്റ് ശ്യാമണ്ണന്റെ തലയിൽ ബ്രെഡ് മഴ പെയ്യുന്നത് വരെ സത്യം ഞാൻ ഗംഭീരമായിട്ട് ചിരിച്ചു. എനിക്ക് അതിൽ കൂടുതലായിട്ട് അതിനൊന്നുള്ള ഇവരെയൊന്നും ക്രിട്ടിസൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇവരെ അതിനൊന്നുള്ള ആളൊന്നും ആയിട്ടില്ല നമ്മളാരും. സത്യം പറഞ്ഞാൽ തിരുവനന്തപുരം സരിയേരെ മിമിക്സ് കണ്ടോണ്ടിരിക്കരുത്. ആ മൂടായി നമ്മൾ ഞാൻ ഇവിടെ ഇരുന്നത്. നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം എത്രത്തോളം അവർ എൻജോയ് ചെയ്തു എന്നുള്ളത്. ഈ ചേട്ടന്റെ പാമ്പിന്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, പുള്ളിക്കാരന്റെ സെറ്റ് ആയിരുന്നു. മറ്റേ പാമ്പ് കാണിച്ചു വരുന്നത് നൈസ് ആയിരുന്നു. ഓൾറൈറ്റ്, അങ്ങനെ ചാർജ് ഒക്കെ കയറി സ്ഥിതിക്ക് നമുക്ക് ഇനി ഇവിടുത്തെ സ്കിറ്റിന് എത്രത്തോളം ബാറ്ററി ചാർജ് ആയെന്നുള്ളത് നോക്കാം.
സൂപ്പർ 35,000 rupees ആണ് ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. സച്ചല്ലേ ഓക്കെ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. സൂപ്പർ സൂപ്പർ. ഓൾ ദി ബെസ്റ്റ്. പകർ ചേട്ടാ ആ ബാങ്ക് ഓഫ് കൊച്ചിയിൽ നമുക്ക് ആ പൈസ ഇങ്ങോട്ടേക്ക് അതെ അതെ അതെ, തരാമോ? ഇവർക്ക് പാപ്പം മേടിക്കാൻ. സൂപ്പർ. അപ്പൊ അത് ക്രെഡിറ്റ് ആയിരിക്കാണ്. താങ്ക് യു. അടുത്ത തവണ നമുക്ക് വീണ്ടും കാണാം. കിടം കിറ്റുമായിട്ട് വരിക, ചിരിപ്പിക്കുക, ബാറ്ററിയും ചാർജ് ചെയ്യാം.